അപ്പം ഞാൻ മിടു നട്ട കാന്താരി മുളകിൽ നിന്ന് 2 കാന്താരി പറിക്കാൻ വന്നതാണ്. അപ്പം എങ്ങനെ 3 കാന്താരി മുളക് പൊട്ടിച്ചിട്ടുണ്ട്. 3 കേട്ടോ കഴിയുന്നില്ല, ചാവൊന്നുമില്ല, വെറുതെ പറയരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നെല്ലിക്കേണ്ടത്. അപ്പം അതിനെ മിടുതി കുറച്ച് ജാറിൻ്റെ ഇടിച്ചുടിയും കൂടുതലുണ്ടാക്കിയിട്ട് 1 ഗ്ലാസ് ഉണ്ടാവില്ലല്ലോ. കഴിക്കോളില്ലേ കഴുകന്റെ മിടു. ബദാമൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞങ്ങള് നെല്ലിക്ക കാന്താരി ജ്യൂസ് കുടിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്. ഇവിടെ ഒരാളുണ്ട്. ഹലോ. അമ്മേനെ കുറെ നാൾക്ക് ശേഷം കാണുന്നത്. അപ്പൊ അമ്മ മോളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കാം. മോൾക്കൊരു കൈത്താങ്ങ്, മോൾക്ക് 2 കൈ കൂടി മോൾക്കൊരു കൈത്താങ്ങ്. അപ്പൊ നെല്ലിക്ക ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്നിട്ട് ഇവിടെ ചോറ്, ഇവിടെ പാല്, ഇതൊക്കെ തുമ്പത്തിട്ടിരിക്കണ. നീ നോക്കിയ പാത്രങ്ങൾ ഇരിക്കണ. അപ്പൊ നമ്മുടെ കാന്താരി ഇപ്പൊ റെഡിയാവും. നെല്ലിക്ക കാന്താരി. അയ്യോ, കാന്താരി ഞങ്ങളൊക്കെ അടിച്ചു കുടിച്ചു. വിത്തൗട്ട് കാന്താരി നെല്ലിക്ക. സൂപ്പർ സാധനമാണ്, സൂപ്പർ സാധനം. ഇതിന്റെ ഇലയൊക്കെ കിടക്കണേ. ഇതിന്റെ ഇഞ്ചിയോ? ഇഞ്ചി ഇടണ്ടേ? ഇഞ്ചിയുടെ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ടോ? ഇഞ്ചി ഇടാറുണ്ട്. ഓർമ്മിച്ചെന്തായാലും നന്നായി. ഇഞ്ചിയുടെ ഇത്ര കുഞ്ഞു പീസോ? നല്ല രസമുണ്ടാ. നല്ല രസം എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. പക്ഷെ വീട് പറഞ്ഞ കുറച്ച് കൂടുതലായി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കറക്കുന്നു പറഞ്ഞു. ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മള് നാരങ്ങ വെള്ളം കുടിക്കണ പോലത്തെ. സംശയമുണ്ട്. നമ്മുടെ ന്യൂട്രിപ്രോ ഇപ്പോഴും 4 വർഷമായ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സാധനമാണ്. പെട്ടെന്നുള്ള നമ്മുടെ ഇതേപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് നടക്കും. അതിന്റെ ജാറുകളാണ് ഇതൊക്കെ. ഒന്ന് കാണിച്ചു, ഞാൻ കാണിക്കാം. ഒരു ജാറ് അവിടെ കിടക്കുന്നുണ്ട്. മുകളിലാകെ പൊടിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് ഉണ്ടാക്കി കുടിക്കാറുണ്ടാവുമായിരിക്കും. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. ആ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. കുടിക്കുമ്പോൾ കാണിക്കാം.